അപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഇപ്പോൾ സുജയ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ ചില തെളിവുകൾ കൂടി ഇപ്പോൾ അപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ അതും കൂടി പരിശോധിക്കണം. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് അപ്പുറത്ത് പ്രതിപക്ഷ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബുദ്ധിമുട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇനി ഇന്ത്യ സഖ്യം ഒന്നിച്ചോ എന്നുള്ള പ്രശ്നങ്ങൾ മാറും. ഇല്ല കോൺഗ്രസ് മിണ്ടാനായിട്ടില്ലല്ലോ. ഇന്ത്യ സഖ്യം ഒന്നിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ സഖ്യം ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പാർലമെന്റ് സമ്മേളനം മുതൽ തന്നെ ആ ഒന്നിക്കൽ കണ്ടിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇനി ഇന്ത്യ സഖ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സമയവും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതിന് രൂപീകരണ സമയത്ത് തന്നെ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ സമയവും അതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നല്ല. സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലേക്കും പോകുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഓരോ പാർട്ടികൾക്കും അവരുടെ വലിപ്പം അനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒക്കെയുള്ള ആലോചനകൾ ഉണ്ടായപ്പോൾ അങ്ങനെ പോകട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ സഖ്യം എന്നുള്ളത് എല്ലാ സമയത്തും ഒരുമിച്ച് നിൽക്കുന്നല്ല. അതേസമയം ഒരുമിക്കേണ്ട ഘട്ടങ്ങളിൽ, അതായത് നമുക്കറിയാം ആം ആദ്മി പാർട്ടി കേജ്രിവാളിനെതിരെ കേസുണ്ടായ സമയത്ത് കേജ്രിവാളിനെ എങ്ങനെ പിന്തുണച്ചു, കേജ്രിവാളിന് വേണ്ടി എങ്ങനെയാണ് ഈ നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കം വന്ന് പ്രസംഗിച്ച് നമ്മൾ കണ്ടാണ്. അതിനുശേഷം ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടും നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ആ സമയത്ത് എടുക്കുന്ന നിലപാട് എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിലില്ലാത്ത ആം ആദ്മി പാർട്ടിയും ഈ പ്രതിഷേധത്തിൽ ഒന്നിച്ചുണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 25+26 എന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു നിലപാടിലേക്ക് വരുന്നുണ്ട്. അവരുടെ ക്ലാസ് സ്വഭാവം മാറ്റിക്കൊണ്ട് അവർക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഇടത്ത്, അതായത് നേരത്തെ അവരുണ്ടായിരുന്ന പല ഭാഗങ്ങളും അവർ വിട്ടുപോയി എന്നുള്ള തിരിച്ചറിവിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ച എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഈ ക്ലാസ് സ്വഭാവം മാറ്റി ജാതി സെൻസസ് എന്ന വിഷയം ഉയർത്തുന്നു. അപ്പുറത്ത് OBC വിഭാഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് നോക്കാതെ പോയി, അതൊരു പിഴവാണ് എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതിലേക്ക് ഇറങ്ങിച്ചെന്നത്. അപ്പോൾ ആ രൂപത്തിൽ ആ ഒരു വിഷയത്തിലേക്ക് എത്തുകയാണ്. ഇത് ഭാരത് ജോഡോ യാത്രയുടെ അടുത്ത ഘട്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണ് നടത്തിയതെങ്കിൽ ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്താൻ പോകുന്ന വലിയ പ്രതിഷേധത്തിലേക്കാണ് രാജ്യം പോകുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ കോൺഗ്രസ് എന്ത് ചെയ്യുകയായിരുന്നു, ഈ ഇന്ത്യ സഖ്യം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഇനി വരാനിരിക്കുന്ന ഒറ്റ തെരഞ്ഞെടുപ്പേ ഉള്ളൂ, ബീഹാർ തെരഞ്ഞെടുപ്പേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളിലേക്കാണ് കോൺഗ്രസ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള നടപടികൾക്കാണ് തുടക്കമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ദലിത് പിന്നാക്ക OBC വിഭാഗങ്ങളെ അടക്കം കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ പാർട്ടിക്ക് മുന്നേറാം എന്നുള്ള പരിശോധനയിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ഖാർഗെ എന്ന അധ്യക്ഷനെ തീരുമാനിച്ചത്. അതിനുശേഷം ഏറ്റവും പാർട്ടി പിന്നാക്കം പോയ, പാർട്ടി ഏറ്റവും ദുർബലമായിരിക്കുന്ന ഗുജറാത്തിൽ നിന്ന് തുടങ്ങുന്നു, മധ്യപ്രദേശ്, ഹരിയാന ഇവിടങ്ങളിലൊക്കെ തന്നെയും പാർട്ടി നേതൃത്വം മാറി. ഇപ്പോൾ അത് കേരളത്തിലേക്ക് വരുന്നു. എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ നേരത്തെ പ്രസിഡന്റായോ അല്ലല്ല സുജി, അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലേക്കും വരുന്നു. അതാ ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും സുജിയെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കർണാടകയിലെ പോലെ രണ്ട് നേതാക്കൾ തമ്മിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരിഹരിച്ചു പോകുക എന്നുള്ളതാണ്. പരിഹരിച്ചു പോകാനുള്ള നടപടികളാണ് എടുക്കുന്നത്. കേരളത്തിൻ്റെ കാര്യത്തിലും ആ നടപടിയിലേക്ക് കടക്കുന്നു. ഇവിടെയുള്ള ഇന്നർ പാർട്ടി പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ, അതൊക്കെ പരിഹരിക്കുമ്പോഴാണല്ലോ ഒരു പാർട്ടിയാവുക. അല്ലാതെ എല്ലാവർക്കും ഒരേ സ്വരം ഒരേ ശബ്ദം എന്നുള്ളതല്ലോ. അത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കാണുന്നതാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നിച്ചു തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിഷയം ആ രൂപത്തിൽ തന്നെ ഉന്നയിക്കപ്പെടും. ഇനിയിപ്പോൾ ഈ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലേക്ക് പോകണം, ശരി. അതേപോലെ വാരണാസിയിലേക്കും പോകാൻ തയ്യാറാകണം. വാരണാസിയിൽ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടം നമുക്കറിയാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ അജയ് റായ് എത്ര മുന്നേറി, 50,000 വോട്ടുകൾക്ക് മുന്നേറിയ ഘട്ടം പോലും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വോട്ടെണ്ണൽ നിർത്തിവെച്ചു, ചില സാങ്കേതിക പ്രശ്നം പറഞ്ഞ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് 4 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മോദി 3 ലക്ഷം കുറഞ്ഞ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പോൾ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കാനുള്ള സമയമായോ എന്ന ചോദ്യം കൂടി കോൺഗ്രസിൽ നിന്ന് ചില ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അല്ല കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ വാരണാസിയിലേക്ക് പോകണമെന്നുള്ള ആവശ്യം ഈ പറഞ്ഞതുപോലെ ഈ കടലാസ് കഷ്ണങ്ങളാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ആ കടലാസുകൾ ഇതുപോലെ വാരണാസിയുടെ കാര്യത്തിൽ തരുമോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ മഹാദേവപുരയിലെ പ്രശ്നത്തിന് ശേഷം ബാക്കിയിടങ്ങളിലെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി സൈറ്റ് നോക്കുമ്പോൾ സൈറ്റിലേക്ക് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരിടത്തെയും വിവരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിൽ
തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാവുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന തെളിവുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ഇനി അങ്ങോട്ട് തെളിവ് തരുമെന്ന് പറയുകയാണ്. തെളിവ് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കുന്ന പരിപാടിയാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്തമുണ്ട് ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ. ഇവിടെ ഈ ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അല്ല, രാജ്യത്തെ ജനങ്ങളുടെയാണ്. ജനാധിപത്യം അപകടത്തിലാകുന്ന ഘട്ടത്തിൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അത് ഇപ്പോൾ സ്വതന്ത്രമല്ല എന്നുള്ള കാര്യം നമുക്ക് സംശയമായി നിൽക്കുകയാണ്. അത് ഊട്ടിയുറപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി നൽകണം. ഈ പറഞ്ഞതുപോലെ കോടതിയിൽ പോയി തെളിയിച്ച് കോടതിയിൽ ചില നിയമത്തിന് വട്ടത്തിൽ നിന്നുകൊണ്ട് കറങ്ങുന്ന ചില രീതികൾ കൂടി നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിലടക്കം അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിയമം ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ ലംഘിച്ചിട്ടില്ല. അതേസമയം ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും നടപ്പാക്കുന്നു. ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതല്ലാതെ ഈ തരത്തിൽ പല മണ്ഡലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും വോട്ടുള്ള ആളുകളുടെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് രണ്ട് തരത്തിലും ഇത് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായ മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ പാർലമെന്റിലും ഉയരേണ്ടതുണ്ട്. ആ രൂപത്തിൽ തന്നെ പ്രതിപക്ഷം ഇതിൽ ആലോചനകൾ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഒറ്റക്കെട്ട് തന്നെയാണ്. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു വൺ മാൻ ഷോ ആയിട്ടല്ല. അദ്ദേഹം അത് ഏത് രൂപത്തിൽ അത് പരിശോധിച്ചു. 6 മാസം എടുത്ത് നേതാക്കളെല്ലാം അല്ല കുത്തിത്തിരിപ്പ് ആലോചനകൾ അപ്പുറത്തുനിന്നും ഭരണപക്ഷത്തുനിന്നും വരാം. പക്ഷേ ഇന്ത്യയെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ സഖ്യം ഒന്നിച്ചാണ്. ഇന്ത്യ സഖ്യത്തെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെ കാണിക്കൂ, മോദിയെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ശരി എംബ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു സംവിധാനമല്ല ഇന്ത്യ സഖ്യം. അത് ഒരുമിച്ചാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് പറഞ്ഞു. അടിയന്തര ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മമതയും വരും, ഈ പറയുന്ന കേജ്രിവാളും വരും, എല്ലാവരും വരും. ഇന്ത്യ സഖ്യം ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചോദ്യം. ഇന്ത്യ മമതയാണോ രാഹുലാണോ അഖിലേഷ് യാദവ് ആണോ എന്ന ചോദ്യമല്ലല്ലോ ഇവിടെ. ഒന്നിച്ചോ എന്നുള്ളതാണ്. നടത്തി അത് ഈ വിഷയത്തിൽ നടക്കില്ല. ഒരു കാര്യം കൂടെ, റായ്ബറേലിൽ പ്രശ്നമുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും ഇൻഎഫിഷ്യന്റ് ആണെന്ന് താങ്കൾ കൂടി സമ്മതിച്ചല്ലോ, നന്ദി. അതല്ല, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചതുകൊണ്ട് കോൺഗ്രസിന് പ്രശ്നമില്ല. രാഹുൽ ഗാന്ധി ജയിച്ചാൽ പ്രശ്നമില്ല. ഒരു മിനിറ്റ്, റായ്ബറേലിൽ പ്രശ്നമുണ്ടെന്നാണല്ലോ താങ്കൾ പറയുന്നത്. സർവേയാണ് പറഞ്ഞത്. അക്ഷരം പറയാൻ മടിയാണ്. ഞാൻ നിഷ്പക്ഷമായ ഒരു ചാനലാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ലല്ലോ. അതായത് ഇവിടെ പറയുന്നു മറ്റൊരു മാധ്യമത്തെ ഗോദി മീഡിയ. നിങ്ങൾ എന്താണ്? എന്റെ വിഷയം അതല്ല. സുജയ പറയുന്നതനുസരിച്ച് റായ്ബറേലിയിൽ പ്രശ്നമുണ്ട്. സുജയ പറഞ്ഞതനുസരിച്ചല്ല, ഞാൻ അവൈലബിൾ ആയ ഒരു SIT ആണ്. അത് മാധ്യമപ്രവർത്തകർ എല്ലാവരും കൃത്യമായി അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അല്ല, ഒറ്റ കാര്യം, കർണാടകത്തിലും പ്രശ്നമുണ്ട്, ഇവിടെയും പ്രശ്നമുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് മനസ്സിലായി. ഗംഭീരം. Meet the editors.